അസ്സലാമലൈക്കും മക്കളെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു സങ്കടമായുള്ളൊരു വാക്ക് പറയാനാണ് ഞാൻ ഇരുന്നത്. ആലോചിക്കാൻ വയ്യ, ഉറക്കം കൂടിയില്ല. ഒരു കുഞ്ഞു മോൻ്റെ കാര്യം കേട്ടില്ലേ? ലോകം മുഴുവനും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ കുഞ്ഞു കുട്ടീനെ അവള് ഒരു അമ്മയല്ലേ കൂട്ടുന്നിട്ട് ആ കുഞ്ഞു മോനെ ഇത്രയും അക്രമങ്ങളൊക്കെ ചെയ്യിച്ചതും പൊള്ളിച്ചും തല്ലും ഇടിച്ചും കയ്യും ഒക്കെ ഒടിച്ചും തല്ലി ഒടിച്ചൊക്കെ വേദനിപ്പിച്ച് ആ കുഞ്ഞിന്റെ ജീവനോട് കളഞ്ഞില്ല. ഇല്ലേ, അവളൊക്കെ ദുനിയാവിൽ ഈ ലോകത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാല് അവരെ രണ്ടുപേരെ അവരെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. തീക്കൊള്ളി, അതേപോലെ തീക്കൊള്ളി കൊണ്ട് അവരെ പൊള്ളിച്ച് വേവിച്ച് അവരെ ആ കുഞ്ഞു മോൻ സഹിച്ച വേദന ഇവരെ ചെയ്യണം. അത് പോലീസുകാർക്ക് പറഞ്ഞ തെറ്റ് എന്തുകൊണ്ടാന്ന് വെച്ചാല് നാട്ടുകാർക്ക് വിട്ടു കൊടുക്കേണ്ടതായിരുന്നു. അവര് കൈക്കാര്യം ചെയ്ത് തന്നെയായിരുന്നു. അല്ലാണ്ട് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് 4 ഇടി ഇടിച്ച് നല്ല ഫുഡും കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നാളെ ചെയ്യാൻ പോണത് ഇവര് ഇത് തന്നെയാണ്. വേറെ വല്ല കാങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് 2ാം അച്ഛനായാലും 3ാം അച്ഛനായാലും പെറ്റ അമ്മേനെ കൂട്ടുന്നത്. ഞാൻ വിശ്വസിക്കില്ല അത് പെറ്റ അമ്മയാണെന്നുള്ളത്. അവളെ സുഖത്തിന് വേണ്ടിയിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ പൊള്ളിപ്പിച്ചും വേദനിപ്പിച്ചും ആ കുഞ്ഞിനെ കൊന്നെടുത്ത്. ഇനി അവളെ ഒരു കാലത്തും അവരെ രണ്ടാളും ഇതേപോലെ എനിക്കിത് പറയാനത് സങ്കടം. ഞാൻ ഉറക്കമില്ല എനിക്ക് ആ കുഞ്ഞു മോൻ്റെ മുഖം കണ്ടിട്ട്. എന്താ വെച്ചാൽ ഞാനൊരു പെറ്റ അമ്മ തന്നെയാണ്. നമുക്ക് എങ്ങനെ സഹിക്കണ്, നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഒരിക്കലും അവരെ ഞാൻ പറയുന്നത് അവരെ തീ വെച്ച് ചുട്ട് അവര് ആ കുഞ്ഞു വേദന എങ്ങനെ എടുത്ത് അതേപോലെ പൊള്ളിപ്പിച്ച് ഇവര് വേദന ഇതാക്കണം. അതെങ്ങനെയാ മോന് ഇറങ്ങി അതിനെ കൊന്നെടുത്തത് അതേ പ്രകാരം ചെയ്യണം. കണ്ടില്ലേ, ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അക്രമങ്ങൾ. ഒരുത്തിതേ വയറുവേനാന്ന് പറഞ്ഞ ആശുപത്രിയിൽ കയറി അവിടെ ചെന്ന് പെറ്റ് ജനാവുള്ളി കൂടെ കുട്ടീൻ്റെ അടുത്ത് വലിച്ചെറിഞ്ഞു. എന്താണ് അത് ശല്യാണ്. അപ്പൊ അത് ശല്യമാകുമ്പോ അതിനടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ വേറെ 2ാമത്തേനെ ഉണ്ടാക്കാലോ. അപ്പൊ അതിനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അക്രമങ്ങളാണ് ഇതൊക്കെ. എന്തോരം പേർക്ക് ഓരോ മക്കളില്ലാണ്ട് വഴിപാടുകളും നേർച്ചകളും പള്ളിയിലും അമ്പലത്തിലും എല്ലാം കയറി ഓരോ വഴിപാടുകൾ കഴിക്കണ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷങ്ങൾ ചെലവാക്കണ്. അതും അള്ളാഹു അവർക്ക് കൊടുക്കണില്ല. ഇങ്ങനെയുള്ള പരമ 2ഉം കെട്ട ആൾക്കാർക്കാണ് അള്ളാഹു കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അത് ഇതേപോലെ ചുട്ട് വേവിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക്. അപ്പൊ ഒരു മധു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ വിശപ്പിന് വേണ്ടിയിട്ട് അയാൾക്ക് എടുത്ത് തിന്ന മുതലിന് വേണ്ടിയിട്ട് കെട്ടിയിട്ട് എല്ലാവരും അവിടെ തല്ലിക്കൊന്നങ്ങട്. അപ്പൊ ഒരാളും ഉണ്ടായില്ല, തടുക്കാനൊന്നും ഉണ്ടായില്ല. അതൊക്കെ എന്ത് നീതി എന്നാ പറയുന്നത് ഈ ലോകത്തില്? ഇതൊക്കെ ഒന്നും ശരിയാണോ? നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ കുഞ്ഞു മോന്റെ മുഖം എനിക്ക് കാണുമ്പോ അങ്ങോട്ട് വിഷമങ്ങൾ വരിക. എന്താന്ന് വെച്ചാല് അത്ര ക്രൂരതല്ല ആ കുട്ടിയോട് ചെയ്തിട്ടുള്ളത്. ഒരമ്മയല്ലല്ല, അവളൊരമ്മയല്ല. അവൾക്ക് ചത്തല്ല. അവൾ ഇരിക്കല് തന്നെ ആ കുട്ടീനെ പലപ്പോഴും വേദനിപ്പിക്കാറും പൊള്ളിക്കാറും തല്ലലും പിടിക്കലുണ്ട്. ആ കുഞ്ഞു കുട്ടി സൈക്കിളിന്മേ കയറി കൈയും കാലും ഒടിഞ്ഞെന്ന് പറയാന് അവൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? ഇല്ലേ, അവൾക്ക് എന്തിനാ അവളെ കൊണ്ടുവന്ന് ഇടുന്നത്? അവളെ ഇഞ്ചാക്കി ചതച്ച് വേദനിപ്പിച്ച് പൊള്ളിച്ച് കൊല്ലണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ ഉറങ്ങുമ്പോഴും ഈ കുട്ടിയുടെ ഫോട്ടോ ഈ കുട്ടീനെ കണ്ടിട്ട് ഇരുന്നിട്ടേ സഹിക്കാൻ പറ്റണില്ല എനിക്ക്. അത്ര വിഷമം തോന്നുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ജീവിപ്പിക്കരുത്, മനസ്സിലായ? അവരെ ഇങ്ങനെ കുറേശ്ശെ പൊള്ളിച്ച് കൊല്ലണം. അത് ലോക്കപ്പിലിട്ടുകൊണ്ട് പോയില്ല, നാട്ടുകാർക്ക് വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. അതായിരുന്നു അതിന്റെ അന്തസ്സുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇത് കൊണ്ടുപോയി 4 ഇടി അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. 4 ദിവസം കഴിയുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ തിന്ന് അവരിങ്ങോട്ട് പറത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേറെ പണി ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് പൊന്നു മക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എങ്ങനെതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു ക്രൂരതമായുള്ള അക്രമങ്ങളിലേക്ക് ആരും കൂട്ടുനിന്ന് ഒരിക്കലും ചെയ്യരുതെന്നുള്ള ഒരു പ്രാർത്ഥന ഈ ഉമ്മാക്കുണ്ട് കേട്ടോ. അവളൊരു അമ്മയല്ല, അമ്മ എന്ന് പറയാനുള്ള യോഗ്യത അവൾക്ക് ഇല്ല. ആ ഇല്ല. അവൾക്ക് ആ 2ാം ഘട്ട ആ 2ാമത് കൊണ്ടുനടക്കണ കാമുവിന്റെ സുഖം മാത്രമേ അവൾക്ക് അറിഞ്ഞുള്ളൂ. ഈ പിഞ്ചു കുഞ്ഞിന്റെ സുഖങ്ങളോ ജയിപ്പിക്കണം എന്നൊന്നും അവൾക്ക് ഉണ്ടായില്ല. കൊല്ലണം എന്നുള്ള ഒരൊറ്റ മാർഗത്തിലായിരുന്നു. എത്ര പേര് ചോദിച്ചു. ആ കുട്ടിയുടെ അച്ഛനും അമ്മ ഒക്കെ ചോദിച്ചില്ലേ, കൊടുത്തില്ലല്ലോ അവള്. അപ്പൊ അവളാണ് അമ്മ എന്ന് പറയാനുള്ള യോഗ്യത ഒന്നും അവൾക്കില്ല. അവളെ അമ്മല്ല, അവള് അമ്മ എന്ന് പറയണ അവൾക്ക് ഇനി എന്തുട്ടാ അവൾ എന്തിനു ജീവിക്കിന്? അപ്പൊ അവളെ സുഖത്തിന് വേണ്ടിയിട്ടല്ല അവള് ഈ പിഞ്ചു കുഞ്ഞിനെ ഇത്രയും പൊള്ളിപ്പിച്ചു ഇത്ര ആക്രമിച്ചും വേദനിപ്പിച്ചും കൊന്നെടുത്തപ്പോ അവൾക്ക് സമാധാനമായല്ലോ. അവളെ ശരീരത്തിന് ഒരു കോട്ടവും പറ്റിയില്ല, അവനേനും പറ്റിയില്ല.